ഹായ് ഫ്രണ്ട്സ്, അമ്മച്ചി വന്ന വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അമ്മച്ചിക്കാണെങ്കിൽ മുട്ടിന് വേദന ഉണ്ടായിരുന്നേ. അങ്ങനെ അമ്മച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പോവാണ്. കാവൽപുരം ഇപ്പോൾ പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങിയല്ലോ. ആ ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ എന്തൊരു അസുഖം ഉണ്ടെങ്കിലും പോകുന്നത്. നമുക്കൊന്നെങ്കിൽ ചിന്നക്കടയിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ പൊളയത്തോട്ടി പോകണം. അങ്ങനെ ആയിരുന്നേ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു ഹോസ്പിറ്റൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഉപകാരമാണ്. അപ്പോൾ കാശിയുടെ ആണെങ്കിൽ ഒരു ടെസ്റ്റിന് മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറി വാങ്ങിക്കണമെന്ന് മിസ്സ് പറഞ്ഞതുകൊണ്ട് നമ്മളത് ആദ്യം മാറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ചെറിയ മഴ ചാർന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ പോകാൻ തുടങ്ങിയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടുത്തെ ഡോർ തുറന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അതുവഴി നമ്മൾ നേരെ അകത്തോട്ട് കയറിയേ. അപ്പോൾ അവിടെ പോയി ടെസ്റ്റ് മാറിയിട്ട് നമുക്ക് വേഗം പോയി വണ്ടി കയറണം. അപ്പോൾ ഒരുപാട് താമസമൊന്നുമില്ലായിരുന്നു. ടെസ്റ്റ് മാറി അതിനുള്ള പേയ്മെൻറ്റും അടച്ച് നമ്മൾ നേരെ വണ്ടിയിലോട്ട് പോയി കയറാനായിട്ട് പോകണേ. മഴ നല്ലതായിട്ട് ചാറുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ എന്തായാലും ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കാവൽപുരയിലെ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ ഇരുപുരത്തുനിന്ന് പോകാൻ നല്ല എളുപ്പമാണ്. ഏത് സമയത്ത് ചെന്നാലും ഡോക്ടറും ഉണ്ട്. അപ്പം വലിയൊരു ഉപകാരമാണ് കേട്ടോ ഇവിടെ ഒരു ഹോസ്പിറ്റൽ വന്നത്. ജനമൈത്രി എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. അപ്പം ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് റേറ്റും കുറവുണ്ട് കേട്ടോ ടാബ്ലറ്റിനൊക്കെ. അങ്ങനെ ഞാനാണെങ്കിൽ അമ്മച്ചി കൊണ്ട് അവിടെ വന്നു. അമ്മച്ചിക്ക് OP ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ BP ഒക്കെ ടെസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. അതെല്ലാം നോക്കിയിട്ട് വേണം അകത്ത് കയറാൻ. അമ്മച്ചിക്ക് പ്രഷറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നോർമലാണ്, വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് നേരെ ഫാർമസിയിലോട്ട് വന്നതാണ് മരുന്ന് വാങ്ങിക്കാനായിട്ട്. അങ്ങനെ അവിടുന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോൾ നല്ല ക്യാൻവാസ് ഉണ്ട്, ഞാനാണെങ്കിൽ ഇപ്പോൾ എത്ര വട്ടം വന്നു, എത്ര പേരെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുവാണേ. ഞാൻ വന്നു, കാശിയും കൊണ്ട് വന്നു, ഇപ്പോൾ അമ്മച്ചിയും കൊണ്ടുവന്നു. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് അങ്ങ് പോവുകയാണേ. അപ്പം അച്ചു വെളി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറി ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടറോട് തന്നെ ഒരുപാട് നേരം കഥ പറഞ്ഞുകൊണ്ടിരുന്നതോടാണ് താമസിച്ചത്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു.